ദുനിയാവും ആഖിറവും ഒരാൾ സുരക്ഷിതമായി മാറുന്നത് അയാളുടെ ദീനപ്രകാരം തന്നെയാണ്. അതാണ് അല്ലദീ ഹിയ ഇസ്മത്തു അംരി, അതാകുന്നു എൻ്റെ കാര്യങ്ങളുടെ ഇസ്മത്ത്, എൻ്റെ ജീവിതത്തിൻ്റെ ഇസ്മത്ത്, സുരക്ഷ. ഇസ്മത്ത് മഅസൂം, സാധാരണ നബിമാരെ പറ്റി പറയുമ്പോൾ നബി മഅസൂമാണെന്ന് പറയും. മഅസൂം പറഞ്ഞാൽ ഇസ്മത്തുള്ളവർ, സുരക്ഷിതരായവർ, പാപങ്ങളിൽ നിന്ന് സുരക്ഷിതത്വം നൽകപ്പെട്ടവർ, അതാണ് ഇസ്മത്ത് മഅസൂം എന്നറിയാം. ഇപ്പം നബി അമ്പിയാക്കളൊക്കെ മഅസൂമീങ്ങളാണ് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ തെറ്റ് സംഭവിക്കുകയില്ല. അതിന് അല്ലാഹു തആല പ്രത്യേകമായ കാവൽ അവർക്ക് നൽകും. തിന്മയുടെ വഴികൾ മുമ്പിൽ വന്നാലും ആ തിന്മയിൽ പോയി ചാടാതെ അല്ലാഹു പ്രത്യേകമായി അവരെ കാത്തുരക്ഷിക്കും. ഉദുൽ അസ്മ്, അത് അസ്മാണ്, ഇത് സ്വാദാണ് ഇസ്മത്ത്. മറ്റേ അസ്മ് നിശ്ചയദാർഢ്യം എന്നാണ് അസ്മ്, തീരുമാനം. അതായത് അത്രയും ശക്തമായി പീഡനങ്ങൾക്ക് വിധേയമായ, പ്രബോധന മേഖല ഏറ്റവും അധികം പരീക്ഷിക്കപ്പെട്ടവരും അതിലൊക്കെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചവരും. അതാണ് അവർ 5 പേർ ഉദുൽ അസ്മുകൾ. ഇപ്പോൾ നൂഹ് നബി ഇസ്ലാം, ഇബ്രാഹിം നബി ഇസ്ലാം, മൂസാ നബി, ഈസാ നബി, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഉദുൽ അസ്മ്, 5 പ്രവാചകന്മാർ. ഫസ്ബിർ കമാ സബറ ഉദുൽ അസ്മി മിനർ റുസുൽ. ഖുർആൻ നബിയോട് പറഞ്ഞാണ്, ഫസ്ബിർ, നബിയെ താങ്കൾ ക്ഷമിക്കണം, കമാ സബറ ഉദുൽ അസ്മ്, ഉദുൽ അസ്മ് ക്ഷമിച്ചതുപോലെ, മിനർ റുസുൽ, റസൂലുമാരിൽ ഉദുൽ അസ്മ് ക്ഷമിച്ചതുപോലെ നബിയെ താങ്കളും ക്ഷമിക്കണം. ദഅ്വ മേഖലയിൽ ഏറ്റവും അധികം ക്ഷമിച്ചവരാണ് ഉദുൽ അസ്മ്. 950 കൊല്ലം ദഅ്വ നടത്തിയവരാണ് നൂഹ് നബി ഇസ്ലാം. അപ്പോൾ എത്ര ശ്രമമാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. 950 കൊല്ലം ദഅ്വ നടത്തുമ്പോഴും തുച്ഛമായ ആളുകളാണ് കൂടെ കിട്ടിയത്. ഒരു എത്രയാണ് അറിയില്ല. സുത്തുഹൂദ് പറഞ്ഞു, മാ ആമന മഅഹു ഇല്ലാ ഖലീല, വളരെ തുച്ഛം ആളുകളല്ലാതെ അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഖലീൽ, അതിൽ തന്നെ സ്വന്തം ഭാര്യയും മകനും പോലും കൂടെയില്ല. 950 കൊല്ലം രാവും പകലും അദ്ദേഹം ദഅ്വത്ത് നിർവഹിച്ചിട്ടുണ്ട്. എത്ര ആൾ ഒപ്പുണ്ടായിരുന്നു എന്നതിൽ പല അഭിപ്രായങ്ങൾ തഫ്സീറൊക്കെ ഉണ്ട്. 12 ആൾ എന്ന് പറഞ്ഞ അഭിപ്രായം മുതൽ 80 ആൾ എന്ന് വരെ ഉള്ള അഭിപ്രായങ്ങളാണ് കാണാൻ കഴിയുന്നത്. 80-ന് മേലെ പൊതുവെ അങ്ങനെ അഭിപ്രായങ്ങളൊന്നും എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഏതായാലും അദ്ദേഹം തന്നെ ഇരുന്ന് പലകയും ആണിയും എടുത്ത് അടിച്ചുണ്ടാക്കിയ കപ്പൽ, ആ കപ്പലിൽ കൊള്ളാവുന്ന മനുഷ്യന്മാർ. അന്നത്തെ കപ്പൽ വലിയ ഒരു ആധുനിക സംവിധാന കപ്പലൊന്നുമല്ലല്ലോ, നമ്മൾ തോണി അതേപ്പോൾ ഉണ്ടാവുള്ളൂ. അന്നത്തെ ഒരു കപ്പലൊക്കെ അദ്ദേഹം തന്നെ പലകടത്തുനിന്ന് അദ്ദേഹം തന്നെ ആണിയടിച്ച് ഉണ്ടാക്കിയ ഒരു കപ്പലാണല്ലോ. ദാത്തി അൽ വാഹിം ബദുസുർ എന്ന ഖുർആനെ പറ്റി ഉപയോഗിച്ചത്. കപ്പൽ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു സ്ഥലത്ത് അന്ന് ഉപയോഗിച്ചത് വഹമല്ലാഹു അലാ ദാത്തി അൽ വാഹിം ബദുസുർ, പലകകളും ആണികളുമുള്ള ഒന്നിന്മേൽ നാം അദ്ദേഹത്തെ വഹിച്ചു എന്നാ. അപ്പം അത്രേനെ പറ്റി പറയാൻ ഉള്ളൂ അർത്ഥം. ആ കപ്പലിൽ എല്ലാ തരം ജീവികളുമുണ്ട്, എല്ലാ ഇണകളും. അപ്പം അതിൽ കയറാവുന്ന ആളുകളെ അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വാസികളായിട്ട് ഉണ്ടായിട്ടുള്ളൂ. അപ്പം അതിന് മാത്രം ക്ഷമ തീർച്ചയായും അദ്ദേഹത്തിന് അനിവാര്യമായി വേണ്ടി വന്നിട്ടുണ്ടാകും. അതേപോലെ മൂസാ നബി ഇസ്ലാം ഫിർഔന്റെ മുമ്പിലേക്കാണ് ദഅ്വത്തുമായി പറഞ്ഞയക്കപ്പെട്ടത്. അതും ഇസ്രായേലിനെയാണ് കൂടെ അനുയായികളായി ഏൽപ്പിക്കപ്പെട്ടതും. ഇസ്രായേലിൽ ഒരു നിലക്കും വഴങ്ങാത്ത ടീമാണ്. എതിരാളികളാണെങ്കിൽ ഫിർഔൻ അടക്കമുള്ള ഏറ്റവും വലിയ ധിക്കാരികളായ ആളുകളാണ്. ഇബ്രാഹിം നബിയും തീയിലേക്ക് എറിയപ്പെട്ടവരാണ്, തീയിലേക്ക് വലിച്ചെറിയപ്പെടുക വരെ ചെയ്യുക, അങ്ങനെയൊക്കെ പരീക്ഷിക്കപ്പെട്ട ആളുകൾ. അപ്പം ഇതാണ് വസ്ബിർ കമാ സബറ ഉദുൽ അസ്മി മിനർ റുസുൽ. ഉദുൽ അസ്മ് ക്ഷമിച്ചതുപോലെ നബിയെ താങ്കൾ ക്ഷമിക്കുക. അത് അസ്മ്, ഐന് സാ മീം, അതാണ് അസ്മ്, ഐന് സാ. മറ്റത് ഇസ്മത്ത്, അസ്വമ എന്ന വാക്കിൽ നിന്നാണ് ഇസ്മത്ത് എന്ന വാക്കിൽ നിന്നാണ് അസ്വമ, രക്ഷിച്ചു അർത്ഥമുണ്ട്. അസ്വമ ആസിം, രക്ഷിക്കുന്നവെന്ന. ലാ ആസിമൽ യൗമ മിൻ അംരില്ലാ. നൂഹ് നബി ഇസ്ലാം മകൻ മുങ്ങാൻ പോകുമ്പോൾ മോനെ കയറിക്കോ കപ്പലിൽ എന്ന് പറഞ്ഞ സആവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാഇ, യഅസിമുനി, ഞാൻ ആ മലയുടെ മുകളിലേക്ക് അഭയം തേടും. യഅസിമുനി മിനൽ മാഇ, അതെനിക്ക് വെള്ളത്തിൽ നിന്ന് രക്ഷയായി മാറും. യഅസിമു അസമ യഅസിമു. നബി ഇസ്ലാം പറഞ്ഞു ലാ ആസിമൽ യൗമ മിൻ അംരില്ലാ, ഇന്ന് അല്ലാഹുവിന്റെ കൽപ്പനയിൽ രക്ഷ നൽകുന്ന യാതൊന്നും തന്നെ ഇല്ല. ലാ ആസിമ, ഈ വാക്കത്തിൽ അതും യഅസിമു ആസിമ് രണ്ടും ഒരേ പദമാണ്. സുരക്ഷ, രക്ഷ നൽകുക, രക്ഷപ്പെടുത്തുക എന്നർത്ഥം. അതെ, വഅതസിമു ബിഹബ്ദില്ലാ, അതും ഇതിന് ബന്ധപ്പെട്ട വാക്ക് തന്നെയാണ്. അതൊക്കെ ഏതായാലും മഅസൂമാണ് എന്ന് പറഞ്ഞാൽ തെറ്റുപറ്റാത്ത
ആളാണ്. തെറ്റുകളിൽ നിന്ന് അള്ളാഹു തആല പ്രത്യേകമായ സുരക്ഷ നൽകിയവരാണ്, മഅസൂമാണ് എന്ന് പറയുക. അമ്പിയാക്കൾക്ക് മാത്രമാണ് ഇസ്മത്ത് ഉള്ളത്, മറ്റാർക്കും ഇസ്മത്തില്ല.